എന്നാണ് ലോക പരിസ്ഥിതി ദിനമായി നാം ആചരിക്കുന്നത്. ജൂൺ 5. 2024 പരിസ്ഥിതി ദിന പ്രമേയം എന്ത്? ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം. ഭൗമാചരണത്തിന് തുടക്കം കുറിച്ച അമേരിക്കക്കാരൻ ആരായിരുന്നു? ഗേലോർഡ് നെൽസൺ. ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ സലീം അലി. 2024 പരിസ്ഥിതി ദിനത്തിൻ്റെ ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത്? സൗദി അറേബ്യ. 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യം എന്ത്? നമ്മുടെ നാട് നമ്മുടെ ഭാവി, ഞങ്ങൾ തലമുറ പുനഃസ്ഥാപനമാണ്. 2023 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്തായിരുന്നു? പ്ലാസ്റ്റിക് മലിനീകരണം തടയുക. ലോക പരിസ്ഥിതി ദിനത്തിന് 2023 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? ഐവറി കോസ്റ്റ്. ലോക പരിസ്ഥിതി ദിനത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിച്ച വർഷം ഏത്? 2018. ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആഘോഷിച്ച വർഷം ഏത്? 1973. 1973 ലോക പരിസ്ഥിതി ദിന സന്ദേശം എന്തായിരുന്നു? ഒരു ഭൂമി മാത്രം. കേരളത്തിലെ ആദ്യത്തെ പരിസ്ഥിതി സംഘടന ഏത്? സുവോളജിക്കൽ ക്ലബ്ബ്. സുവോളജിക്കൽ ക്ലബ്ബ് നിലവിൽ വന്നത് എന്ന്? 1972. സുവോളജിക്കൽ ക്ലബ്ബ് 1972 സ്ഥാപിച്ചത് ആര്? ജോൺ സി ജേക്കബ്. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? റേച്ചൽ കഴ്സൺ. പരിസ്ഥിതി സ്നേഹികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകം ഏത്? നിശബ്ദ വസന്തം. ലോകത്ത് ആദ്യമായി ഭരണഘടനയിൽ പരിസ്ഥിതി സംരക്ഷണം എന്ന ആശയം കൊണ്ടുവന്ന രാജ്യം ഏത്? റഷ്യ. ലോക പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ഏത് രാജ്യക്കാരനാണ്? ജർമ്മനി. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം എന്ന്? മെയ് 22. പരിസ്ഥിതി സംരക്ഷണത്തിന് മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തികൾക്ക് 2024 10 വർഷത്തെ ബ്ലൂ റെസിഡൻസി വിസ പ്രഖ്യാപിച്ച രാജ്യം ഏത്? UAE. നാഷണൽ എൻവയോൺമെൻ്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? നാഗ്പൂർ. ദേശീയ വനനയം പ്രഖ്യാപിച്ച വർഷം ഏത്? 1952. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? സുന്ദർലാൽ ബഹുഗുണ. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? പ്രൊഫസർ രാംദേവ് മിശ്ര. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? മേധാ പട്കർ. ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്ന്?
ജൂലൈ 28. ഗ്രീൻ പീസ് എന്ന പരിസ്ഥിതി സംഘടന രൂപം കൊണ്ടത് ഏത് രാജ്യത്താണ്? കാനഡ. ലോക സമുദ്ര ദിനം എന്ന്? ജൂൺ 8. ലോക വന ദിനം എന്ന്? മാർച്ച് 21. കേരളത്തിൽ ആദ്യമായി പരിസ്ഥിതി ക്യാമ്പ് നടന്നത് എവിടെ? ഏഴിമല. കേരളത്തിലെ പക്ഷികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? ഇന്ദുചൂഡൻ. ഇന്ദുചൂഡൻ്റെ ജീവചരിത്ര ഗ്രന്ഥത്തിൻ്റെ പേരെന്ത്? പക്ഷികളും ഒരു മനുഷ്യനും. പക്ഷികളും ഒരു മനുഷ്യനും രചിച്ചത് ആര്? സുരേഷ് ഇളമൺ. ഭൂമിയുടെ ഹരിതകോശം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? വനങ്ങൾ. കേരളത്തിലെ ആദ്യ പരിസ്ഥിതി മാസിക ഏത്? മൈന. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.